Hello friends, എല്ലാവർക്കും SP Family Vlogsലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റോയൽ ഫലൂഡ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യണം. കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം. അപ്പോൾ റോയൽ ഫലൂഡ പ്രിപ്പയർ ചെയ്യാൻ ആദ്യമായി നമുക്ക് ആവശ്യമുള്ളത് ജെല്ലിയാണ്. ഞാൻ ഇവിടെ സ്ട്രോബെറി ജെല്ലി ഫ്ലേവറാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് കടകളിൽ നിന്ന് നമുക്ക് പാക്കറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സ്ട്രോബെറി ജെല്ലി പൗഡർ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ടു. പാക്കറ്റിന് ഇൻസ്ട്രക്ഷൻ പ്രകാരം ഇതിലോട്ട് 250 ml ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അത് നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം 250 ml തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ആക്കി നമുക്കൊരു ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ജെല്ലി ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മിക്സ്ചർ. ഇത് ഫ്രിഡ്ജിലോട്ട് നമുക്ക് വെക്കണം. ഒരു 45 to 1 hour എങ്കിലും പിടിക്കുമോ ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടി. അതിൻ്റെ ശേഷം നമുക്കിത് എടുക്കാം. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സേവ് ആണ്. അപ്പം അതിനായി ഇവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം, 2 ടേബിൾ സ്പൂൺ. പിന്നെ അതിലോട്ട് 1 കപ്പ് പ്ലസ് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഒന്ന് ഓണാക്കി കൊടുക്കണം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നല്ലപോലെ ഒരു കട്ടകളും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോൺഫ്ലോർ പെട്ടെന്ന് കുറുകുന്നുണ്ട്, ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഈ കോൺഫ്ലോറിൻ്റെ വരെ നമുക്ക് ഈ പൊടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ടപ്പിയോക്ക സ്റ്റാർച്ച്, അതായത് കപ്പയുടെ സ്റ്റാർച്ച് നമുക്ക് കടകളിൽ അവൈലബിൾ ആണ്, അങ്ങനത്തെ പൗഡേഴ്സ്. അല്ലെങ്കിൽ ആരോ റൂട്ട്, ഇതൊക്കെ വെച്ച് നമുക്ക് ഈ സേവ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഈ സേവ് കണ്ടാൽ നമ്മുടെ വെർമിസെല്ലി പോലെ ഇരിക്കും, പക്ഷെ ശരിക്കും അതല്ല. ഇത് നമ്മൾ ഈ കോൺഫ്ലോർ വെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കുറുകട്ടെ നല്ലപോലെ. ഇതപ്പോൾ ഇങ്ങനെ നല്ല കുറുകി വരും. കുറുകി ഇത് ലാസ്റ്റ് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കളറിൽ ഇത് കിട്ടും നമുക്ക്. ഇതാണ് എൻ്റെ പരുവം. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ്ചർ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇത് സേവനാഴി എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് നിറച്ചു കൊടുക്കണം. നിറയ്ക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് അകത്തൊന്ന് തൂത്തു കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് അകത്തോട്ട് നിറച്ചു കൊടുക്കാം. ഇനി ഒരു ബൗളിൽ നല്ല തണുത്ത വെള്ളം, നല്ല ഐസ് വെള്ളം എടുക്കണം. അതിലോട്ട് നമുക്ക് ഈ സേവ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതായിരിക്കും നമ്മുടെ സേവ്. ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുക്കാം. ഇത് നമ്മൾ സേവനാഴിയിൽ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കൂടുതലിട്ട് ഇളക്കാൻ പാടില്ല, ഇതെല്ലാം പൊട്ടിപ്പോവും. ഇത് ഭയങ്കര ഫ്രജൈലായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അടുത്തായിട്ട് ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐസ്ക്രീമും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫലൂഡയുടെ മേളിൽ വെക്കാൻ വേണ്ടിയാണ്. അതിനായിട്ട് ഇവിടെ 1/2 ലിറ്ററിൻ്റെ ഫുൾ ഫാറ്റിൻ്റെ പാലെടുത്തിട്ടുണ്ട്, 500 ml ആണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, 1 കപ്പ് പഞ്ചസാര വേണം. ഓക്കെ, അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കാം. ഈ കോൺഫ്ലോർ മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. ഇനി 1 കപ്പ് പഞ്ചസാര ചേർക്കണം. നിങ്ങൾക്ക് ഇത് ഹാഫായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് പഞ്ചസാര, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം, 1 ടേബിൾ സ്പൂൺ ബട്ടറും. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിന്ന് ചൂടാക്കണം. ചൂടാക്കിയതിൻ്റെ ശേഷം നമ്മൾ കോൺഫ്ലോർ ഇട്ടുകൊണ്ട് ഇത് കുറുകുമ്പോഴത്തേക്ക് അപ്പോഴേ നമുക്ക് തീ ഓഫ് ആക്കണം. അതിൻ്റെ ശേഷം ഇത് മിക്സിയിൽ ഒന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒരു ഡിഷിലോട്ട് മാറ്റി ഫ്രീസറിലോട്ട് വെക്കുക. 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഐസ്ക്രീം റെഡി. റോയൽ ഫലൂഡയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയായി. ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിൽ ഞാനിവിടെ റോസ് സിറപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ജസ്റ്റ് ഡിസൈനായിട്ട് നട്ട്സ് ഒക്കെ വെച്ചു. അതിൻ്റെ സെൻറ്ററിൽ ജെല്ലി, സ്ട്രോബെറി ജെല്ലി. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് സേവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സേവ് നമ്മളിവിടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം, അതായത് ബേസിൽ സീഡ്. ഈ സീഡിനെ ഞാൻ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുസ്കുസ് ഇട്ട് കൊടുത്തു.
ഇനി ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് 2 കപ്പ് പാലിൽ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നതാണിത്. അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ആപ്പിളും ബനാനയും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അതൊന്നൊരു സ്കൂപ്പാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് പിസ്ത, കാഷ്യൂ, ബദാമും കൂടിയാണ്. കുറച്ച് റോസ് സിറപ്പ് മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറി ഐസ്ക്രീമിൻ്റെ മേളിൽ കട്ട് പീസ് ജെല്ലി ഒന്ന് സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ അപ്പോൾ നമ്മുടെ റോയൽ ഫലൂഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് വാനില എസൻസിൻ്റെ പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഐസ്ക്രീമാണ് ഇത്, വെരി ഈസിയാണ്. അതിനകത്ത് നമ്മൾ ക്രീമോ മുട്ടയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത്. അതേപോലെ തന്നെ നമ്മൾ ഈ സേവ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് അതിനകത്തും നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ കളേഴ്സ് ആയിട്ട് ധരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വ്ളോഗുമായി ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.